ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ക്രിസ്തുവിൽ എളിയവനായ എനിക്ക് ദൈവം വെളിപ്പെടുത്തി തന്ന സത്യവചനങ്ങളെ പ്രസ്താവിക്കുവാൻ അവസരം തന്ന ദൈവത്തിന് മഹത്വം. സത്യവചനങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന നിങ്ങൾക്ക് എൻ്റെ സ്നേഹവന്ദനം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ലോകത്ത് സംഭവിക്കാനുള്ള യുദ്ധങ്ങളെക്കുറിച്ച് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ദൈവം ദാനിയേലിന് നൽകിയ ദർശനം ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കാൻ ദൈവം സഹായിക്കട്ടെ. ദാനിയേൽ പ്രവചന പുസ്തകം 8-ാം അധ്യായത്തിന്റെ 1 മുതൽ വായിക്കാം. ദാനിയേൽ എന്ന എനിക്ക് ആദിയിൽ ഉണ്ടായതിന്റെ ശേഷം ബേൽശസ്സർ രാജാവിന്റെ വാഴ്ചയുടെ 3-ാം ആണ്ടിൽ ഒരു ദർശനമുണ്ടായി. ദാനിയേൽ ഒരു ദർശനം കിട്ടി. ഞാനൊരു ദർശനം കണ്ടു. ദാനിയേൽ ഒരു ദർശനം കണ്ടു. ഏലാം സംസ്ഥാനത്തിലെ ശൂഷൻ രാജധാനിയിലായിരുന്നപ്പോൾ അത് കണ്ടു. ശൂഷൻ രാജധാനിയിലായിരുന്നപ്പോൾ ദാനിയേൽ കണ്ടു. ഞാൻ ഊലായി നദീതീരത്ത് നിൽക്കുന്നതായി, അതായത് ദാനിയേൽ ഊലായി നദീതീരത്ത് നിൽക്കുന്നതായിട്ടാണ് കണ്ടത്. ഈ ഏലാം സംസ്ഥാനം എന്ന് പറയുന്നത് ഇന്നത്തെ ഇറാനിലെ തെക്ക് ഭാഗത്തുള്ള ഒരു സ്ഥലപ്പേരാണ്. ഊലായി നദീതീരം ഇറാനിലെ പടിഞ്ഞാറ് ഭാഗത്തും ഇറാഖിന്റെ അതിര് വഴി പോകുന്ന ഒരു നദിയാണ്. ആ നദി നിൽക്കുന്നതായിട്ടാണ് ദാനിയേൽ ദർശനം കണ്ടത്. വായിക്കാം. ഞാൻ തലപൊക്കിയപ്പോൾ 2 കൊമ്പുള്ള ഒരു ആട്ടുകൊറ്റൻ. ദാനിയേൽ തലപൊക്കി നോക്കിയപ്പോൾ 2 കൊമ്പുള്ള ആട്ടുകൊറ്റൻ നദീതീരത്ത് നിൽക്കുന്നത് കണ്ടു. ഊലായി നദീതീരത്ത് നിൽക്കുന്നത് കണ്ടു. ആ കൊമ്പുകൾ നീണ്ടവയായിരുന്നു. ഒന്ന് മറ്റതിനേക്കാൾ അധികം നീണ്ടത് ഒടുക്കം മുളച്ചു വന്നതായിരുന്നു. ആ ആട്ടുകൊറ്റൻ പടിഞ്ഞാറോട്ടും വടക്കോട്ടും തെക്കോട്ടും ഇടിക്കുന്നത് ഞാൻ കണ്ടു. ആട്ടുകൊറ്റൻ പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും ഇടിക്കുന്നതായി ഈ ദാനിയേൽ കണ്ടു. ഒരു മൃഗത്തിനും അതിന്റെ മുമ്പാകെ നിൽപ്പാൻ കഴിയില്ല. അതിന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാവുന്നവനും ആരുമില്ല. അത് ഇഷ്ടം പോലെ ചെയ്ത് വമ്പ് കാട്ടിപ്പോകുന്നു. ഞാൻ ദാനിയേൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കോലാട്ടുകൊറ്റൻ പടിഞ്ഞാറ് നിന്ന് നിലം തൊടാതെ സർവഭൂതലത്തിലും കൂടി വന്നു. ആ കോലാട്ടുകൊറ്റന് കണ്ണുകളുടെ നടുവിൽ വിശേഷമായൊരു കൊമ്പുണ്ടായിരുന്നു. അത് നദീതീരത്ത് നിൽക്കുന്നതായി ഞാൻ കണ്ട 2 കൊമ്പുള്ള ആട്ടുകൊറ്റന്റെ നേരെ ഉഗ്രക്രോധത്തോടെ പാഞ്ഞു ചെന്നു. അത് ആട്ടുകൊറ്റനോട് അടുക്കുന്നത് ഞാൻ കണ്ടു. അത് ആട്ടുകൊറ്റനോട് ക്രുദ്ധിച്ച് അതിനെ ഇടിച്ച് അതിന്റെ കൊമ്പ് 2 തകർത്ത് കളഞ്ഞു. അതിന്റെ മുമ്പിൽ നിൽപ്പാൻ ആട്ടുകൊറ്റന് ശക്തിയില്ലാതിരുന്നു. കോലാട്ടുകൊറ്റന്റെ മുമ്പിൽ നിൽക്കുവാൻ ആട്ടുകൊറ്റന് ശക്തിയില്ലായിരുന്നു. അത് അതിനെ നിലത്ത് തള്ളിയിട്ട് ചവിട്ടിക്കളഞ്ഞു. അതിന്റെ കയ്യിൽ നിന്ന് ആട്ടുകൊറ്റനെ രക്ഷിപ്പാൻ ആരും ഉണ്ടായിരുന്നില്ല. കോലാട്ടുകൊറ്റൻ ഏറ്റവും വലുതായി തീർന്നു. എന്നാൽ അത് ബലപ്പെട്ടപ്പോൾ, ആ രാജ്യം ബലപ്പെട്ടപ്പോൾ വലിയ കൊമ്പ് തകർന്നുപോയി. അതിനു പകരം ആകാശത്തിലെ 4 കാറ്റിന് നേരെ ഭംഗിയുള്ള 4 കൊമ്പ് മുളച്ചു വന്നു. അവയിൽ ഒന്നിൽ നിന്ന് ഒരു ചെറിയ കൊമ്പ് പുറപ്പെട്ട് അത് തെക്കോട്ടും കിഴക്കോട്ടും മനോഹര ദേശത്തിന് നേരെയും ഏറ്റവും വലുതായി തീർന്നു. അത് ആകാശത്തിലെ സൈന്യത്തോളം വലുതായി തീർന്നു. സൈന്യത്തിലും നക്ഷത്രങ്ങളിലും ചിലതിനെ നിലത്ത് തള്ളിയിട്ട് ചവിട്ടിക്കളഞ്ഞു. അത് സൈന്യത്തിന്റെ അധിപതിയോളം തന്നെത്താൻ വലുതാക്കി അവനുള്ള നിരന്തര ഹോമയാഗം അപകരിക്കുകയും അവന്റെ വിശുദ്ധ മന്ദിരം ഇടിച്ചു കളയുകയും ചെയ്തു. അതിക്രമം ഹേതുവായി നിരന്തരം ഹോമയാഗത്തിനെതിരായി ഒരു സേവ നിയമിക്കപ്പെടും. അത് സത്യത്തെ നിലത്ത് തള്ളിയിടുകയും കാര്യം നടത്തി സാധിപ്പിക്കുകയും ചെയ്യും. അനന്തരം ഒരു വിശുദ്ധൻ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. സംസാരിച്ചു കൊണ്ടിരുന്ന വിശുദ്ധനോട് മറ്റൊരു വിശുദ്ധൻ, ദാനിയേൽ ദർശനം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വേറൊരു വിശുദ്ധൻ വന്ന് സംസാരിക്കുന്നത് കേട്ടു. വിശുദ്ധ മന്ദിരത്തെയും സേവയും ചവിട്ടിക്കളയേണ്ടതിന് ഏൽപ്പിച്ചു കൊടുപ്പാൻ തക്കവണ്ണം നിരന്തരം ഹോമയാഗത്തെയും ശൂന്യമാക്കുന്ന അതിക്രമത്തെക്കുറിച്ച് ദർശനത്തിൽ കണ്ടിരിക്കുന്നത് എത്രത്തോളം നിൽക്കുമെന്ന് ചോദിച്ചു. അതിന് അവൻ അവനോട് 2300 സന്ധ്യയും ഉഷസ്സും തികയോളം തന്നെ എന്ന് പറഞ്ഞു. പിന്നെ വിശുദ്ധ മന്ദിരം യഥാസ്ഥാനപ്പെടും. എന്നാൽ ദാനിയേൽ എന്ന ഞാൻ ഈ ദർശനം കണ്ടിട്ട് അർത്ഥം
ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ദർശനം കണ്ടിട്ട് അതിന്റെ അർത്ഥം എന്താണ് എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പുരുഷ രൂപം എന്റെ മുമ്പിൽ നിൽക്കുന്നത് കണ്ടു. ഒരു പുരുഷ രൂപം ദാനിയേലിന്റെ മുമ്പിൽ നിൽക്കുന്നത് കണ്ടു. ഗബ്രിയേലെ ഇവന് ഈ ദർശനം ഗ്രഹിപ്പിച്ചു കൊടുക്കുക എന്ന് ഊലായി തീരത്ത് നിന്ന് വിളിച്ചു പറയുന്ന ഒരു മനുഷ്യന്റെ ശബ്ദം ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ നിന്നിടത്ത് അവൻ അടുത്തു വന്നു. അവൻ വന്നപ്പോൾ ഞാൻ ഭയപ്പെട്ട് സാഷ്ടാംഗം വീണു. എന്നാൽ അവൻ എന്നോട്, മനുഷ്യപുത്ര ഗ്രഹിച്ചുകൊള്ളുക, ഈ ദർശനം അന്ത്യകാലത്തേക്കുള്ളതാകുന്നു എന്ന് പറഞ്ഞു. ഈ ദർശനം ലോകത്തിന്റെ അന്ത്യകാലത്തേക്കുള്ളതാകുന്നു എന്ന് ഗബ്രിയേൽ ദൂതൻ ദാനിയേലിനോട് പറഞ്ഞു. അവൻ എന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബോധം കെട്ട് നിലത്ത് കവണ് വീണു. അവൻ എന്നെ തൊട്ട് എഴുന്നേൽപ്പിച്ചു നിർത്തി. പിന്നെ അവൻ പറഞ്ഞത്, കോപത്തിന്റെ അന്ത്യകാലത്തെങ്കിൽ സംഭവിപ്പാനിരിക്കുന്നത് ഞാൻ നിന്നെ ഗ്രഹിപ്പിക്കും. ദൈവകോപത്തിന്റെ അന്ത്യകാലത്ത് സംഭവിപ്പാനുള്ളത് ദാനിയേലിനെ ഗ്രഹിപ്പിക്കും. അത് അന്ത്യകാലത്തേക്കുള്ളതല്ലോ. അത് അന്ത്യകാലത്തേക്കുള്ളതല്ലോ. രണ്ടു കൊമ്പുള്ളതായി നീ കണ്ട ആട്ടുകൊറ്റൻ ഈ ദർശനത്തെ ഗ്രഹിപ്പിക്കുകയാണ്, മനസ്സിലാക്കി കൊടുക്കുകയാണ്. രണ്ട് കൊമ്പുള്ളതായി കണ്ട ആട്ടുകൊറ്റൻ അതിന്റെ അർത്ഥമോ പാർസി രാജാക്കന്മാരെ കുറിക്കുന്നു. പാർസി രാജാക്കന്മാരെ കുറിക്കുന്നു. പേർഷ്യൻ രാജ്യത്തെ കുറിച്ച് കാണിക്കുന്നു എന്നാണ്. നമുക്കറിയാം പേർഷ്യൻ രാജ്യം എന്ന് പറയുന്നത് ഇറാനാണ്. പേർഷ്യൻ ഗൾഫ് രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇറാഖ്, അതിനോടനുബന്ധിച്ച് അടുത്തുള്ള അയൽ രാജ്യങ്ങളൊക്കെ ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. ഈ ആട്ടുകൊറ്റനായിട്ട് കണ്ടത് പേർഷ്യൻ രാജ്യങ്ങളെ കാണിക്കുന്നു. വായിക്കാം. പരുപരുത്ത കോലാട്ടുകൊറ്റൻ യവന രാജാവും. അതായത് നമ്മൾ നേരത്തെ വായിച്ചത് വീണ്ടും മനസ്സിൽ കൊണ്ടുവരിക. വീട്ടിൽ നിന്ന് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി ദൈവാത്മാവിനാൽ ഗ്രഹിക്കുവാൻ സഹായിക്കും. ദൈവം സഹായിക്കട്ടെ. അപ്പോൾ ഈ ആട്ടുകൊറ്റൻ പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടുമാണ് എന്ത് ചെയ്തത്, ഇടിക്കുന്നതായി കണ്ടത്. അതായത് പേർഷ്യൻ രാജ്യങ്ങൾ, ചില രാജ്യങ്ങൾ ചേർന്ന് പടിഞ്ഞാറൻ രാജ്യങ്ങളെ ആക്രമിക്കും, തെക്കൻ രാജ്യങ്ങളെ ആക്രമിക്കും, വടക്കൻ രാജ്യങ്ങളെ ആക്രമിക്കും. ഇങ്ങനെ ആക്രമിച്ച് വമ്പ് കാട്ടി നിൽക്കുമ്പോൾ ഇതിനെതിരെ പ്രവർത്തിക്കാൻ ഒരു രാജ്യത്തിനും കഴിയാതിരിക്കും. യവന രാജ്യത്തിലേക്കാണ് തിരിയുന്നത്. യവന രാജ്യം എന്ന് പറയുന്നത് നമുക്കറിയാം ഗ്രീസ് ഉൾപ്പെട്ട രാജ്യങ്ങളാണ്. ദൈവത്തിന്റെ സ്തോത്രം. അങ്ങനെ ആക്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ പടിഞ്ഞാറിൽ നിന്നും, അപ്പോൾ ഈ ദർശനം കാണുന്നത് ഏഷ്യൻ ഭൂഖണ്ഡത്തിലെ ഒരു രാജ്യത്തിൽ നിന്നാണ് ദാനിയേൽ ദർശനം കാണുന്നത്. അപ്പോൾ നമ്മൾ ബുദ്ധിയോടുകൂടെ ഏഷ്യൻ രാജ്യത്തിന്റെ തെക്കൻ രാജ്യങ്ങൾ, വടക്കൻ രാജ്യങ്ങൾ, പടിഞ്ഞാറൻ രാജ്യങ്ങൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ ആദ്യം യുദ്ധം ചെയ്യുന്നത് പടിഞ്ഞാറൻ രാജ്യങ്ങളോടാണ്. ദൈവത്തിന് സ്തോത്രം. പിന്നെ വടക്കും തെക്കും ഭാഗത്തേക്ക് ഇത് ആഞ്ഞടിക്കുമ്പോൾ കര തൊടാതെ, അത് തറയിലൂടെ അല്ലാതെ ആകാശമാർഗെ പടിഞ്ഞാറൻ ഭാഗത്ത് നിന്ന് രാജ്യം സർവഭൂമിയിലും കൂടെ എന്ന് പറഞ്ഞാൽ അനേക രാജ്യങ്ങളുടെ സപ്പോർട്ടുകൂടെ, സഹായത്തോടുകൂടെ അവരുടെ രാജ്യങ്ങളിലും കൂടെ തന്നെ വരുവാനുള്ള സ്വാതന്ത്ര്യം അവർക്ക് കൊടുക്കും. അങ്ങനെ തരത്തിലുള്ള പടിഞ്ഞാറ് ഭാഗത്ത് നിന്നൊരു രാജ്യം അതിശക്തിയോടുകൂടെ ഈ ആട്ടുകൊറ്റനെതിരെ കടന്നു വരും. അതാണ് കോലാട്ടുകൊറ്റനെ കാണിക്കുന്നത്. അതിനുശേഷം ഈ രാജ്യം ശക്തിപ്പെടും. ഈ രാജ്യം ശക്തിപ്പെട്ട് വിശുദ്ധ നഗരം, അതായത് ഇസ്രായേൽ ജനങ്ങളുടെ ആരാധന സ്ഥലത്തിന്റെ അതിർ വരെ, അത് വിശുദ്ധ മന്ദിരം എന്ന് പറയുന്ന ഇസ്രായേൽ ജനങ്ങളുടെ വിശുദ്ധ സ്ഥലം വരെ ഈ രാജ്യം പ്രബലപ്പെട്ട് വരുമെന്നാണ് ദൈവത്തിന്റെ സ്തോത്രം. തുടർന്ന് വായിക്കാം. പരുപരുത്ത കോലാട്ടുകൊറ്റൻ യവന രാജാവും. പരുപരുത്ത കോലാട്ടുകൊറ്റൻ കാണിക്കുന്നത് യവന രാജാവ്. നമുക്കറിയാം യവന രാജ്യം എന്ന് പറയുന്നത് ഗ്രീസ് ഉൾപ്പെട്ട യൂറോപ്പിലെ, ഇന്നത്തെ യൂറോപ്പിലെ ചില രാജ്യങ്ങളെയാണ് യവന രാജ്യം എന്ന് പറയുന്നത്. ആ യവന രാജ്യത്തിന്റെ അതിന്റെ സപ്പോർട്ടിന് വേണ്ടി, അല്ലെങ്കിൽ അതിനു വേണ്ടി, അവർക്ക് വേണ്ടി പടിഞ്ഞാറ് ഭാഗത്ത് നിന്നും രാജ്യം ഈ ആട്ടുകൊറ്റനെ കാണിച്ച പേർഷ്യൻ രാജ്യങ്ങൾക്കെതിരെ കടന്നു വരുമെന്നാണ് വായിക്കാം. അതിന്റെ കണ്ണുകളുടെ നടുവിലുള്ള വലിയ കൊമ്പ്, അതിന്റെ കണ്ണുകളുടെ നടുവിലുള്ള വലിയ കൊമ്പ് ഒന്നാമത്തെ രാജാവും ആകുന്നു. ഒന്നാമത്തെ രാജാവ്. അപ്പോൾ ഈ സമയത്ത് രാജഭരണമല്ല, എങ്കിലും നമ്മൾ ബുദ്ധികൊണ്ട് മനസ്സിലാക്കുന്നത് പ്രസിഡന്റ് ഭരണമോ പ്രധാനമന്ത്രിയോ, അതാണ് നമ്മൾ മനസ്സിൽ കണ്ടാൽ മതി. അങ്ങനെ അത് തകർന്ന ശേഷം അങ്ങനെ ഒരു ഭരണകർത്താവ് വരികയും ആ ഭരണകർത്താവ് നയിക്കുന്ന രാജ്യം തകർക്കപ്പെടുകയും ചെയ്യും. അതിനുശേഷം അതിന് പകരം 4 കൊമ്പ് മുളച്ചതോ, 4 രാജ്യം ആ ജാതിയിൽ നിന്ന് ഉത്ഭവിക്കും. ആ 4 രാജ്യം ആ ജാതിയിൽ നിന്ന് ഉത്ഭവിക്കും. അതായത് ആ അത്രയും രാജ്യങ്ങൾ പ്രബലപ്പെട്ട് വന്നു. അതിൽ നിന്ന് ഒരു രാജ്യം തകർന്നു പോകും. അതിനുശേഷം
4 രാജ്യങ്ങളായി അത് രൂപാന്തരപ്പെട്ടു വരും. അതിന്റെ ശക്തിയുടെ അല്ലതാനും എന്നാൽ ആ രാജ്യങ്ങൾക്ക് വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുമ്പോൾ സാത്താൻ ശക്തി കൊടുക്കുന്നതായിട്ട് നമുക്ക് വായിക്കാൻ കഴിയും. അങ്ങനെ സാത്താന്റെ ശക്തിയോടുകൂടെയാണ് ഈ 4 രാജ്യം പ്രബലപ്പെട്ടു വരുന്നത്. എന്നാൽ അവരുടെ രാജ്യത്വത്തിന്റെ അന്ത്യകാലത്ത് അതിക്രമക്കാരുടെ അതിക്രമം തികയുമ്പോൾ ഇത് ഗ്രഹിക്കുക. അതിക്രമക്കാരുടെ അതിക്രമം തികയുമ്പോൾ ഉഗ്രഭാവവും ഉപായ ബുദ്ധിയുമുള്ള ഒരു രാജാവ് എഴുന്നേൽക്കും. അവന്റെ അധികാരം വലുതായിരിക്കും. സ്വന്തം ശക്തിയിലല്ലതാനും അവൻ അതിശയമവണ്ണം നാശം പ്രവർത്തിക്കുകയും കൃതാർത്ഥനായി അവൻ എന്താണോ ആഗ്രഹിച്ചത് അത് നിവർത്തിക്കുകയും പലരെയും വിശുദ്ധ ജനത്തെയും നശിപ്പിക്കുകയും ചെയ്യും. അവൻ നയബുദ്ധിയാൽ തന്റെ ഉപായം സാധിപ്പിക്കുകയും സ്വന്തം ഹൃദയത്തിൽ വമ്പു ഭാവിച്ച് നിശ്ചിന്തയോടിരിക്കുന്ന പലരെയും നശിപ്പിക്കുകയും നിശ്ചിന്തയോടുകൂടെ ഇരിക്കുന്ന സകലരെയും നശിപ്പിക്കുകയും കർത്താതി കർത്താവിനോട് എതിർത്ത് നിന്ന് കൈ തൊടാതെ തകർന്നു പോവുകയും ചെയ്യും. ദൈവത്തിന്റെ സ്തോത്രം. ഇവിടെ പരിജ്ഞാനത്തോടെ മനസ്സിലാക്കേണ്ടത് വിശുദ്ധ മന്ദിരത്തിന് വിരോധമായി ചിന്തിക്കുന്ന ഒരു ജനവിഭാഗം എല്ലാ രാജ്യങ്ങളിലും അവരുടെ ശതമാനം കൂടുകയും ചെയ്യും. അങ്ങനെ അവർ കൂടാതെ ഒരു രാജ്യത്തിനും ഭരണം കിട്ടാത്തൊരു സാഹചര്യം വരും. അങ്ങനെയാണ് ഈ രാജ്യങ്ങളൊക്കെ വിശുദ്ധ മന്ദിരത്തിന് യെരൂശലേം നിലനിൽക്കുന്ന ഇസ്രായേൽ ജനങ്ങൾ നിൽക്കുന്ന രാജ്യത്തിന് വിരോധമായി അവർ പ്രവർത്തിക്കുകയും അവർ ആ പ്രവർത്തി ജയിക്കുകയും ചെയ്യും. അതിനുശേഷം ഈ വിശുദ്ധ മന്ദിരം യഥാസ്ഥാനപ്പെട്ടു. തുടർന്ന് നമ്മൾ വെളിപ്പാടിലൂടെ ദൈവം തരുന്ന ദർശനങ്ങൾ തന്നെ ദാനിയേലിലൂടെ ദർശനം ലഭിച്ചിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ ദൈവാത്മാവിനാൽ ഒന്ന് ഗ്രഹിച്ച് മനസ്സിലാക്കുമ്പോൾ ഈ യഥാസ്ഥാനപ്പെട്ടതിന് ശേഷമാണ് വീണ്ടും ഒരു യുദ്ധം ഉണ്ടാകുന്നത്. അതാണ് ഗോഗ് മാഗോഗ് യുദ്ധം. അത് പലരും 3-ാം ലോക മഹായുദ്ധമായിട്ടാണ് കണക്കാക്കുന്നത്. എന്നാൽ അതിൻ്റെ സത്യം ഇനിയുള്ള നാളുകളിൽ മനസ്സിലാക്കാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വാക്കൊന്ന് വിരമിക്കുന്നു. ദൈവത്തെ മാത്രം.